മെഡിക്കൽ വിദ്യാർത്ഥികൾ വാക്സിനേഷൻ നടത്തിയവരുമാണ്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളിൽ റിട്ടേണിംഗ് ഓഫീസർമാരുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. മറ്റ് ഡ്യൂട്ടി നിർവഹിച്ചവർക്കും ഇക്കാര്യത്തിൽ സഹായിക്കാനാവും. അപ്പോൾ അവർക്ക് ഈ ചുമതല നൽകാനും ഉദ്ദേശിക്കുന്നുണ്ട്. അവരും വാക്സിനേഷൻ നടത്തിയവരാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഡോസ് വാക്സിനെ പറ്റി അത് എപ്പോഴെടുക്കണമെന്നതിനെക്കുറിച്ച് ആളുകളുടെ ഇടയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലുള്ള പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് രണ്ടാമത്തെ ഡോസ് വാക്സിൻ 3 മാസം കഴിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഗുണകരമെന്നാണ്. അപ്പോ നേരത്തെ എടുക്കുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടേണ്ടതില്ല എന്നർത്ഥം. ഓക്സിജൻ ലഭ്യതയുടെ പ്രശ്നത്തിൽ നിലവിൽ വലിയ തോതിൽ കുഴപ്പമില്ല എന്നാണ് കാണുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചിലയിടങ്ങളിൽ ഓക്സിജൻ ലഭിക്കേണ്ട പ്രശ്നം അത് ആവശ്യത്തിന് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കണ്ടിട്ടുണ്ട്. ഓക്സിജൻ പ്രധാനമായതുകൊണ്ട് ആവശ്യത്തിലധികം സൂക്ഷിക്കാനുള്ളൊരു പ്രവണത ചിലപ്പോൾ ഉണ്ടായേക്കാം. ഒരു ഹോസ്പിറ്റലിൽ എത്ര രോഗികളാണ് എന്ന് നോക്കി ആവശ്യമായത്ര ഓക്സിജനാണ് ലഭ്യമാക്കേണ്ടത്. അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ജില്ലാതല സമിതികൾ കടക്കണം. ആരോഗ്യവകുപ്പ് ഓരോ ദിവസവും കണക്കെടുക്കണം. അതുവെച്ച് ആവശ്യമായ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തണം. ഇതിലൊരു വീഴ്ചയും ഉണ്ടാകാതെ കുറ്റമറ്റ രീതിയിൽ നിരീക്ഷിച്ച് നടപ്പാക്കുക എന്നാണ് കണ്ടത്. ഇന്നത്തെ അവലോകന യോഗത്തിൽ കണ്ട ഒരു പ്രശ്നം ആലപ്പുഴയിൽ രോഗികൾ കൂടുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്താണത് എന്നത് പരിശോധിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞവർ മെഡിക്കൽ കൗൺസിൽ അടക്കമുള്ള കൗൺസിലുകളിൽ രജിസ്റ്റർ ചെയ്യാൻ കാത്തു നിൽക്കുന്നുണ്ട്. അത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് വലിയ തോതിൽ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ കാലതാമസം വരുമെന്നതുകൊണ്ട് താൽക്കാലിക രജിസ്ട്രേഷൻ നൽകി അവരുകൂടി രംഗത്തിറങ്ങുക എന്നതാണ് കാണുന്നത്. ഈ പ്രവർത്തനത്തിൽ അവരെ കൂടി ഭാഗഭാക്കാക്കുക. CFLTC-കൾ ആവശ്യത്തിന് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ രോഗവ്യാപന സ്ഥിതി വെച്ച് കൂടുതൽ CFLTC-കൾ വേണ്ടിവരും. അതിന് ഹോസ്റ്റലുകളും ലോഡ്ജുകളും മറ്റും
ഉപയോഗിക്കുന്ന നില വേണമെന്ന് കണ്ടിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് KSEBയും വാട്ടർ അതോറിറ്റിയും മറ്റും കുടിശ്ശികകൾ പിരിക്കുന്ന പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഒരു രോഗവ്യാപന ഘട്ടത്തിൽ 2 മാസത്തേക്ക് അത്തരം കുടിശ്ശിക പിരിവൊക്കെ നിർത്തിവെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്കുകൾ റിക്കവറിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് നീട്ടിവെക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. KMSCL, കൺസ്യൂമർ ഫെഡ്, സപ്ലൈകോ തുടങ്ങിയ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസികൾക്ക് പുറമെ സ്വകാര്യ ഏജൻസികൾ, NGOകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വിദേശത്ത് രജിസ്റ്റർ ചെയ്ത മലയാളി അസോസിയേഷൻ എന്നിവയ്ക്കും ഈ ഘട്ടത്തിൽ അംഗീകൃത റിലീഫ് ഏജൻസികളായി പ്രവർത്തിക്കാൻ അനുമതി നൽകും. ദുരിതാശ്വാസ സഹായങ്ങൾ നേരിട്ടോ സർക്കാർ ഏജൻസികൾ മുഖേനയോ റവന്യൂ, ആരോഗ്യ വകുപ്പുകൾ മുഖേനയോ വിതരണം ചെയ്യാവുന്നതാണ്. ഇതിൽ ആവശ്യമായ സഹായങ്ങൾ വിദേശത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കാണ് നൽകാൻ കഴിയുക. ആ സഹായം നൽകുന്ന ഏജൻസിയെക്കുറിച്ച് നോർക്ക പരിശോധിച്ച് അംഗീകാരം നൽകും. അത്തരം ഏജൻസികളുടെ സഹായം ഇവിടെ സ്വീകരിക്കും. പക്ഷെ ആ ഏജൻസിക്ക് അങ്ങനെ സഹായം തരുന്ന അവിടെയുള്ള വിദേശത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ സംഘടനകളായാലും അത്തരം സംഘടനകൾക്ക് ഇവിടെ നേരിട്ട് ഒരു കൂട്ടരെ ഏൽപ്പിച്ച് ആ സഹായം വിതരണം ചെയ്യാൻ പറ്റില്ല. സഹായം ഇവിടെ നൽകിയാൽ സർക്കാർ ഏജൻസികൾ മുഖേനയാണ് അത് വിതരണം ചെയ്യുക. ഇപ്പോഴത്തെ നമ്മുടെ ICU ബെഡുകളുടെ അവസ്ഥ, സർക്കാർ ഹോസ്പിറ്റലുകളിൽ 2857 ICU ബെഡുകളാണുള്ളത്. അതിൽ 996 ബെഡുകൾ കോവിഡ് രോഗികൾ, 756 ബെഡുകൾ കോവിഡേതര രോഗികൾ. ഇങ്ങനെയാണ് ചികിത്സക്കായി ഉപയോഗിക്കുന്നത്. ഇപ്പൊ സർക്കാർ ആശുപത്രികളിലെ 38.7% ICU ബെഡുകളാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. സ്വകാര്യ ആശുപത്രികളിലെ 7085 ICU ബെഡുകളിൽ 1037 എണ്ണമാണ് കോവിഡ് രോഗികളുടെ ചികിത്സക്കായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ നിലവിലുള്ള ആകെ വെന്റിലേറ്ററുകളുടെ എണ്ണം 2293 ആണ്. അതിൽ 441 വെന്റിലേറ്ററുകൾ കോവിഡ് രോഗികളുടെ ചികിത്സക്കായും 185 എണ്ണം കോവിഡേതര രോഗികളുടെ ചികിത്സക്കായും ഉപയോഗത്തിലാണ്. സർക്കാർ ആശുപത്രികളുടെ മൊത്തം വെന്റിലേറ്ററുകളുടെ 27.3%
ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്. സ്വകാര്യ ആശുപത്രികളിലെ 1523 വെന്റിലേറ്ററുകളിൽ 377 എണ്ണമാണ് നിലവിൽ കോവിഡ് ചികിത്സക്കായി ഉപയോഗിക്കുന്നത്. CFLTCകളിലെ ബെഡുകളിൽ 0.96%, CLTCകളിലെ ബെഡുകളിൽ 20.6% ബെഡുകൾ ഓക്സിജൻ ബെഡുകളാണ്. മെഡിക്കൽ കോളേജുകളിൽ ആകെയുള്ള 3231 ഓക്സിജൻ ബെഡുകളിൽ 1731 എണ്ണമാണ് കോവിഡ് ചികിത്സക്കായി നീക്കിവച്ചിരിക്കുന്നത്. അതിലെ 1429 ബെഡുകളിലും രോഗികൾ ചികിത്സയിലാണ്. 546 പേർ കോവിഡേതര രോഗികളാണ്. മൊത്തം 3231 ഓക്സിജൻ ബെഡുകളിൽ 1975 എണ്ണവും ഇപ്പോൾ ഉപയോഗത്തിലാണ്. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിന് കീഴിലുള്ള ആശുപത്രികളിൽ 3001 ഓക്സിജൻ ബെഡുകളാണുള്ളത്. അതിൽ 2028 ബെഡുകളാണ് കോവിഡ് ചികിത്സക്ക് നീക്കിവച്ചിട്ടുള്ളത്. അവയിൽ 1373 ഓക്സിജൻ ബെഡുകളിൽ ഇപ്പോൾ രോഗികൾ ചികിത്സയിലാണ്. കോവിഡേതര രോഗികളെ കൂടെ കണക്കിലെടുത്താൽ ഈ ആശുപത്രികളിലെ 51.28% ഓക്സിജൻ ബെഡുകളിലും രോഗികളിപ്പോൾ ചികിത്സിക്കപ്പെടുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ 2990 ഓക്സിജൻ ബെഡുകളിൽ 66.12% ഓക്സിജൻ ബെഡുകൾ ഇതിനോടകം ഉപയോഗത്തിലായി കഴിഞ്ഞു. ഇറക്കുമതി ചെയ്യുന്ന ദ്രവീകൃത മെഡിക്കൽ ഓക്സിജനിൽ ചുരുങ്ങിയത് 1000 മെട്രിക് ടൺ കേരളത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് കത്തയച്ചിട്ടുണ്ട്. രണ്ടാം തരംഗത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി ഉയരുന്ന സാഹചര്യത്തിൽ ഓക്സിജന്റെ ആവശ്യം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഓക്സിജന്റെ സ്റ്റോക്ക് വളരെ വേഗം കുറയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ മതിയായ കരുതൽ ശേഖരം ഉണ്ടാക്കുന്നതിന് കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണ്. ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന വിഹിതത്തിൽ നിന്ന് 500 മെട്രിക് ടൺ ആദ്യ ഗഡുവായി കേരളത്തിന് അനുവദിക്കണം. അടുത്ത ഘട്ടത്തിൽ 500 ടൺ കൂടി സംസ്ഥാനത്തിന് നീക്കിവെക്കണം. കേരളത്തിനടുത്തുള്ള ഏതെങ്കിലും സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് 500 ടൺ അനുവദിക്കുന്ന കാര്യവും പരിഗണിക്കാവുന്നതാണ്. ഇറക്കുമതി ചെയ്യുന്ന ഓക്സിജനിൽ നിന്ന് 1000 ടൺ കേരളത്തിന് നൽകുന്നതിന് വിദേശ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് കേരളത്തിന് കഴിയാവുന്നത്ര ഓക്സിജൻ ടാങ്കറുകൾ, PSA പ്ലാന്റുകൾ,
ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, വെന്റിലേറ്ററുകൾ എന്നിവയും മുൻഗണനാടിസ്ഥാനത്തിൽ അനുവദിക്കണം. സംസ്ഥാനത്തിന് 50 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിനും 25 ലക്ഷം ഡോസ് കോവാക്സിനും അനുവദിക്കണം. സംസ്ഥാനത്തിന് വാക്സിൻ നീക്കിവെക്കുമ്പോൾ 2ാം ഡോസിന് കാത്തിരിക്കുന്നവരുടെയും 1ാം ഡോസിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെയും എണ്ണം കണക്കിലെടുക്കണം. കേന്ദ്ര സർക്കാരുമായി യോജിച്ചുകൊണ്ട് കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം മുൻനിരയിൽ ഉണ്ടാകുമെന്ന ഉറപ്പും പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 300 കിടക്കകളുള്ള ഒരു ആശുപത്രി കൂടി കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി ഏറ്റെടുത്തു. പുതിയ 4 ഡൊമിസിലറി കെയർ സെന്ററുകളും തുറന്നിട്ടുണ്ട്. ഇവിടങ്ങളിലെ 250 കിടക്കകൾ സജ്ജമാക്കാൻ കഴിയും. തഹസിൽദാർമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾ ഒരുക്കിയിട്ടുള്ള കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സക്കായി പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ നിന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ നിന്നും റഫർ ചെയ്യുന്ന രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലും തടസ്സരഹിതമായി ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഫയർ ഓഡിറ്റ് കാര്യക്ഷമമായി നടത്തും. വ്യാപാരികളുമായി സഹകരിച്ച് അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന ഡോർ ടു ഡോർ ആപ്ലിക്കേഷൻ പ്രയോജനപ്പെടുത്തും. പത്തനംതിട്ട ജില്ലയിലെ നിയുക്ത MLA-മാർ കലക്ട്രേറ്റിലെത്തി ജില്ലാ കലക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവരുമായി യോഗം ചേർന്ന് പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. കോവിഡ് പ്രതിരോധത്തിനായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജില്ലയിൽ ആരംഭിക്കുന്ന 16 ആംബുലൻസ് സർവീസുകൾക്ക് തുടക്കമായി. എറണാകുളത്ത് എല്ലാ ആശുപത്രികളിലും ഓക്സിജൻ ഓഡിറ്റും ഫയർ ഓഡിറ്റും പൂർത്തിയായിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യത സംബന്ധിച്ച് എല്ലാ ആശുപത്രികളും ഓൺലൈൻ റിപ്പോർട്ടിംഗ് നടത്തുന്നുണ്ട്. പ്ലാന്റിൽ നിന്ന് സെറ്റിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിനുള്ള ഇന്റേണൽ ഓക്സിജൻ പൈപ്പ് ലൈൻ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ BPCL-ന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ 250ഉം ജനറൽ ആശുപത്രിയിൽ 180ഉം അധികം ബെഡുകൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികൾ 25% ബെഡുകൾ കോവിഡ് ചികിത്സക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് 50% ഉയർത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വൃദ്ധസദനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. വാർഡ് തല
ദ്രുതകർമ്മസേനാ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത പഞ്ചായത്തുകളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുന്നതിന് കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെയും കൂടുതൽ ആംബുലൻസും ഏർപ്പെടുത്തും. ഓരോ പഞ്ചായത്തിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയും മരുന്നെത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും. ആദിവാസി മേഖലയിൽ കോവിഡ് രോഗികൾക്കായി CFLTCകൾ ആരംഭിക്കും. ഇന്ന് അവലോകന യോഗം ആദിവാസികൾക്ക് വാക്സിനേഷൻ അതത് ഊരുകളിൽ വെച്ച് തന്നെ നടത്താനുള്ള നടപടികളെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ 27% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് വ്യാപനം രൂക്ഷമായ മുനമ്പം പഞ്ചായത്തിലെ ഹാർബർ അടച്ചിടും. മഞ്ഞപ്ര, പാലക്കുഴ, മുനമ്പം പഞ്ചായത്തുകൾ പൂർണ്ണമായി അടക്കും. 25% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള എറണാകുളം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും ബുധനാഴ്ച മുതൽ അടച്ചിടും. കൂടുതൽ പഞ്ചായത്തുകൾ അനിയന്ത്രിത മേഖലയുടെ പട്ടികയിൽ ഇടം പിടിക്കുന്ന അവസ്ഥയാണ് തൃശൂർ ജില്ലയിലുള്ളത്. തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള ജനറൽ ആശുപത്രിയിൽ 50 ICU കിടക്കകൾ സജ്ജമാക്കും. ഓക്സിജൻ പ്ലാന്റും വിവിധ വാർഡുകളിലേക്ക് സെൻട്രലൈസ്ഡ് ഓക്സിജൻ ലൈൻ വലിക്കാനുള്ള സംവിധാനവും കോർപ്പറേഷൻ തന്നെ ഒരുക്കും. പാലക്കാട് ജില്ലയിൽ ആശുപത്രികളിലെ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി ചെമ്പൈ ഗവൺമെന്റ് സംഗീത കോളേജിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓക്സിജൻ വാർ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളെ സഹായിക്കുന്നതിന് ജില്ലാ ലേബർ ഓഫീസിൽ ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചു. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് സ്ഥാപിക്കുക ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആയിരിക്കും. വയനാട് ജില്ലയിലെ ഓക്സിജൻ വാർ റൂം പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. കോഴിക്കോട്ട് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ചുമതല നൽകി. ആംബുലൻസ് ഉൾപ്പെടെ 2ൽ കുറയാത്ത വാഹനങ്ങളെങ്കിലും ഓക്സിജൻ സൗകര്യത്തോടെ ലഭ്യമാക്കണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ചേർന്ന PMSSY ബ്ലോക്കിൽ 13,000 ലിറ്റർ ശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. സ്വകാര്യ വ്യവസായ സ്ഥാപനത്തിൽ നിന്നുള്ള പ്ലാന്റ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രതിഫലമില്ലാതെ ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റ്
പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. കഴിഞ്ഞ വർഷം കോവിഡ് വ്യാപനത്തിന്റെ ഒന്നാം തരംഗവേളയിലാണ് ജനറൽ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ആശുപത്രി വാർഡുകളിലെ എല്ലാ ബെഡുകളിലും ഓക്സിജൻ നേരിട്ടെത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 1000 LPM ശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രത്യേകം പരിഗണിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ കോൾ സെന്റർ ആരംഭിക്കും. പോലീസിന്റെ ടെലിമെഡിസിൻ ആപ്പായ ബ്ലൂ ടെലിമെഡിസിന്റെ സേവനം പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി. ആശുപത്രിയിൽ പോകാതെ തന്നെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഈ ആപ്പ് മുഖേന ലഭിക്കും. കോവിഡ്-19 മാത്രമല്ല, മറ്റസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും സംശയങ്ങൾക്കുള്ള മറുപടിയും ഈ ആപ്പിലൂടെ ലഭിക്കും. ആപ്പിലെ ഡോക്ടർമാരുടെ പട്ടികയിൽ നിന്ന് ആവശ്യമുള്ളയാളെ തെരഞ്ഞെടുത്ത് ബന്ധപ്പെടാനാകും. ഡോക്ടർ വീഡിയോകൾ മുഖേന രോഗിയെ പരിശോധിച്ച് പ്രിസ്ക്രിപ്ഷൻ നൽകും. തുടർ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന പക്ഷം ആപ്പിൽ ലഭിക്കുന്ന പാസ് പോലീസ് പരിശോധനാ സമയത്ത് കാണിച്ച് യാത്ര തുടരാവുന്നതാണ്. അടച്ചുപൂട്ടൽ സമയത്ത് ആശുപത്രിയിൽ പോകാതെ തന്നെ ഡോക്ടർമാരിൽ നിന്ന് നേരിട്ട് ചികിത്സ തേടാനുള്ള ഈ സംവിധാനം പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും പരമാവധി വിനിയോഗിക്കണം. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങി വീട്ടിലെത്തിക്കാൻ പോലീസിന്റെ സഹായം തേടാം. ഇതിനായി പോലീസ് ആസ്ഥാനത്തെ പോലീസ് കൺട്രോൾ റൂമിൽ 112 എന്ന നമ്പറിൽ ഏത് സമയവും ബന്ധപ്പെടാം. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കോവിഡ് അവബോധം വളർത്തുന്നതിന് സമയബന്ധിതമായി നടപടി സ്വീകരിക്കാൻ പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ, സോഷ്യൽ മീഡിയ സെൽ എന്നിവയ്ക്ക് നിർദ്ദേശം നൽകി. പോലീസിന്റെ ഫേസ്ബുക്ക് പേജ്, മറ്റ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ എന്നിവ ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കും. കൂടുതൽ ആളുകൾ ആശുപത്രികളിലേക്ക് എത്താനും അഡ്മിറ്റ് ആകാനും തിരക്ക് കൂട്ടുന്നുവെന്നാണ് താഴേക്കിടയിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ. ആളുകൾ കോവിഡ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ആശുപത്രിയിൽ എത്തണമെന്നില്ല. കാര്യമായ രോഗലക്ഷണങ്ങളില്ലാത്തവരും മറ്റസുഖങ്ങളില്ലാത്തവരും വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി. അവർക്കുള്ള മറ്റ് സംവിധാനങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട്. വാർഡുതല സമിതികളും സജീവമാണ്. അങ്ങനെ വീട്ടിൽ തന്നെ കാര്യമായ അസുഖങ്ങളില്ലാത്തവർ കഴിഞ്ഞാൽ മാത്രമേ ഗുരുതര രോഗമുള്ളവരെ
ചികിത്സിക്കാൻ ആശുപത്രികൾക്ക് കഴിയും. സ്വകാര്യ ആശുപത്രികളും ഈ കാര്യത്തിൽ ജാഗ്രത കാണിച്ചേ മതിയാവും. ചികിത്സാ പ്രോട്ടോകോൾ അനുസരിച്ചും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടവരെ മാത്രമേ സ്വകാര്യ ആശുപത്രികളും അഡ്മിറ്റ് ചെയ്യാവൂ. അല്ലാതെ വരുന്നവരെ മുഴുവൻ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതര രോഗമുള്ളവർക്ക് ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായേക്കാം. പെരുന്നാളിന് മുൻപുള്ള വെള്ളിയാഴ്ചയാണ് വരാനുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ റമദാൻ കാലം കടന്നുപോയത്. എല്ലാവരും മികച്ച ജാഗ്രതയാണ് അന്ന് കാട്ടിയത്. ഇത്തവണ സ്ഥിതി കൂടുതൽ ഗുരുതരമായതിനാൽ മുൻകാലങ്ങളിലേതുപോലെയോ അതിനേക്കാൾ കൂടുതലോ നിയന്ത്രണങ്ങൾ പാലിക്കണം. കഴിഞ്ഞ തവണ എല്ലാവരും നന്നായി സഹകരിച്ചു. അതുപോലെ ഇത്തവണയും ജാഗ്രതയോടെ നിലകൊള്ളണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 18,868 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹിക അകലം പാലിക്കാത്തതിന് 9,697 പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 54,36,200 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം പ്രവഹിക്കുകയാണ്. KSEBയിലെ തൊഴിലാളികളുടെയും ഓഫീസർമാരുടെയും ഒരു ദിവസത്തെ ശമ്പളവും പെൻഷൻകാർ ഒരു ദിവസത്തെ പെൻഷനും ചേർത്ത് 12 കോടി രൂപ സമാഹരിച്ച് നൽകി. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി 10 ലക്ഷം രൂപ, ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം, വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് 7,20,040 രൂപ, മുൻ മന്ത്രിയും NCP നേതാവുമായ PC ചാക്കോ 5 ലക്ഷം രൂപ, പന്ന്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ആദ്യ ഗഡു 7 ലക്ഷം രൂപ, വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് 7,43,356 രൂപ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി 5 ലക്ഷം രൂപ, കിളിമാനൂർ കസ്തൂർബ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 5,48,118 രൂപ, കൊട്ടാരക്കര മുനിസിപ്പൽ സർവീസ് സഹകരണ ബാങ്ക് 5,27,000 രൂപ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം, ഇവോൾവ് പോളിമേഴ്സ് അമലാനഗർ തൃശൂർ 5 ലക്ഷം, EKNS GHSS വേങ്ങാടിയിലെ ഹയർ സെക്കൻഡറി വിഭാഗം ജീവനക്കാർ 2,48,60 രൂപ, ജനശക്തി അഴീക്കോ ട്രസ്റ്റ് 1,25,000 രൂപ, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശ്രീകണ്ഠാപുരം ഏറിയ കമ്മിറ്റി 1,11,000 രൂപ, ഷമീർ ചെമ്പയിൽ പൊന്നാനി 1 ലക്ഷം രൂപ, മന്ത്രി AK ബാലന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ചേർന്ന് 50,500 രൂപ, KSRTC നെയ്യാറ്റിൻകര ഡിപ്പോയിലെ 4 ബോണ്ട് ബസ്സുകളിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മ
നെയ്യാറ്റിങ്കര ATO 55,000 രൂപ. കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി 25,000 രൂപ. അമേരിക്കയിൽ നിന്നുള്ള ലോക കേരള സഭാ അംഗം ആനി ജോൺ 25,000 രൂപ. പിണറായി വെസ്റ്റ് സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥി യദുനന്ദ് 20,000 രൂപ. നവീൻ കുമാർ കരിമ്പിൽ 10,001 രൂപ. നസീം മുല്ലപ്പള്ളി അബുദാബി 9,600 രൂപ. അഞ്ചൽ പാറവിള അഭിരാമി ഭവനിൽ രാജേഷ്, ഷിജ, അഭിരാമി എന്നിവർ ചേർന്ന് 5,000 രൂപ. കാഞ്ഞങ്ങാട് കേന്ദ്രീകൃത വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി നന്ദകിഷോർ നായക്ക് 2,500 രൂപ. ഇന്ന് മറ്റൊരു ദുഃഖവാർത്തയും കൂടിയുണ്ടല്ലോ. മാർത്തോമാ സഭയുടെ മുൻ പരമാധ്യക്ഷൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയുടെ വിയോഗത്തിൽ നാം ആകെ തീവ്ര ദുഃഖം അനുഭവിക്കുന്ന സമയമാണിത്. കേരളത്തിനാകെ അപരിഹാര്യമായ നഷ്ടമാണ് വലിയ മെത്രാപ്പോലിത്തയുടെ വേർപാടിലൂടെ ഉണ്ടായിട്ടുള്ളത്. 104 വർഷം ജീവിക്കാൻ കഴിയുക എന്നത് അത്യസാധാരണമായ കാര്യമാണ്. ഈ ദീർഘായുസ് സമൂഹത്തിന് നന്മയ്ക്കും സമുദ്ധാരണത്തിനും വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു. സദാ കർമ്മനിരതനായിരുന്നു. അങ്ങനെ ജാതി മതഭേദമില്ലാതെ മനുഷ്യഹൃദയങ്ങളിലാകെ അദ്ദേഹം മായ്ക്കാനാവാത്ത സ്ഥാനം നേടി. ഒരു സംഘീയത്വത്തിനും വിധേയമാകാതെ മനുഷ്യരെയാകെ, പ്രത്യേകിച്ച് ജീവിക്കാൻ വിഷമിക്കുന്ന നിസ്വ ജനവിഭാഗത്തെയാകെ ഒന്നായി കാണണമെന്നും കാരുണ്യത്തോടെ അവരെ സഹായിക്കണമെന്നും തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് തിരുമേനി അത് പഠിപ്പിച്ചത്. മാനവരാശിക്കാകെ വെളിച്ചം പകരുന്ന ഇത്തരം ജീവിതങ്ങൾ അപൂർവമാകുന്നൊരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ സ്മരണ ഇനി നമുക്ക് വഴികാട്ടിയാവട്ടെ. ആ ധന്യസ്മൃതിക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഈ എറണാകുളത്തെ TPR 25% മുകളിലുള്ള പഞ്ചായത്തുകളിൽ ബുധനാഴ്ച മുതൽ അടച്ചിടും എന്ന് പറഞ്ഞത്, അതായത് ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് മുതലാണോ ഇത്? അതെ, ഇന്ന് മുതലാണ്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനത്ത് ഇപ്പോൾ ഈ ഓക്സിജൻ ബെഡുകളുടെ ദൗർലഭ്യം കൂടി വരികയാണ്. അതായത് പല പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലൊക്കെ പല ആശുപത്രികളിൽ നിന്ന് റഫർ ചെയ്ത് തന്നെ ഈ രോഗികൾ ഇവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്താണെങ്കിൽ കോവിഡ് രോഗികളെ പാർപ്പിച്ചിട്ടുള്ള ബ്ലോക്കിലെ ഓക്സിജൻ ബെഡുകൾ ഏറെക്കുറെ പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത് ബെഡുകളുടെ എണ്ണം പൊതുവെ കൂടിയിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ബെഡുകളുടെ എണ്ണത്തിൽ ഈ വർധന ഉണ്ടായിട്ടില്ല. അതിനെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? ഈ ഓക്സിജൻ ക്ഷാമത്തിൽ, അതായത് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ? ഇതില് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഓക്സിജൻ ബെഡുകളായാലും ICU ബെഡുകളായാലും വെന്റിലേറ്ററുകളായാലും എല്ലാം വർദ്ധിക്കേണ്ടതായി വരും. നമ്മുടെ നാട്ടില് രോഗവ്യാപനം കൂടുതലായി വരികയാണ്. എല്ലാറ്റിലും നമ്പർ കൂടുകയാണ്. പക്ഷേ ഞാൻ അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ നേരത്തെ പറഞ്ഞു. ഇന്നത്തെ സ്ഥിതിയിൽ ആശങ്കക്കൊരു വകയില്ല. എല്ലാ കാര്യങ്ങളും, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ ഒരുക്കങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ആശങ്കക്ക് ഇപ്പോൾ വകയില്ല.
സിഎം, ഈ വാക്സിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ സിഎം പറഞ്ഞത് സെക്കൻഡ് ഡോസ് എടുക്കാൻ 3 മാസം വരെ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇപ്പൊ നിലവിലുള്ള വാക്സിൻ നൽകുന്നതിന് ഒരു ടാക്ടിക്സിൽ എന്താ മാറ്റം വരുത്തോ? പ്രത്യേകിച്ച് ഫസ്റ്റ് ഡോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം അങ്ങനെയാണ് ഉണ്ടാവോ? മറ്റൊന്ന്, ഇപ്പം KSRTCയിലെ ജീവനക്കാര്, വിവിധ ദീർഘദൂര ബസ്സിലെ ജീവനക്കാരൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സർവീസിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അവർക്ക് വാക്സിൻ നൽകാൻ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവോ? വാക്സിന്റെ കാര്യത്തില് ഈ പറയുന്ന ഒരുക്കങ്ങള് സർക്കാർ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 മാസം കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. സർക്കാർ കണ്ടതല്ല, അതിന്റെ വിദഗ്ധ സമിതി, നമ്മുടെ സമിതിയല്ല, ഇപ്പോഴത്തെ ഒരു പുതിയ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആവശ്യമായത്ര വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്താൻ തന്നെയാണ് നടപടികൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാക്സിൻ അത് രണ്ടാമത് കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കുകയും ഒന്നാമത് കൊടുക്കേണ്ടവർക്ക് 80 വയസ്സിന് മുകളിലുള്ളവർ ചിലർ ഇനിയും എടുക്കാൻ ബാക്കിയുള്ളവരുണ്ട്. അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നൽകേണ്ടതുണ്ട് എന്നാണ് കണ്ടിട്ടുള്ളത്. 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിനേഷൻ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് ഒരു ഏകദേശം എന്നത്തേക്ക് തുടങ്ങാൻ കഴിയുമെന്നും അതുപോലെ തന്നെ അതില് ഈ 18-45 ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്, ഈ കോമോബിഡിറ്റീസ് ഉള്ളവർക്ക് മുൻഗണന നൽകുമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് എന്നത്തേക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? അത് വാക്സിൻ ലഭ്യതയെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്. വാക്സിൻ നമുക്ക് ഇതേവരെ ലഭിച്ചിട്ടില്ല. എപ്പോൾ ലഭിക്കുമെന്ന് ഉറപ്പായി പറയാവുന്ന അവസ്ഥയുമായിട്ടില്ല. ഏതായാലും നമ്മൾ ഓർഡർ കൊടുത്ത് കാത്തിരിക്കുകയാണ്. അത് കിട്ടുന്ന മുറക്ക് നിങ്ങൾ പറഞ്ഞ മറ്റ് രോഗങ്ങളുള്ളവർക്കാണ് ആദ്യ മുൻഗണന ഉണ്ടാവുക. പിന്നെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മുൻഗണന അതിന്റെ ക്രമമായി നിശ്ചയിക്കും. ഇപ്പൊ ഈ KSRTC അതുപോലെ തന്നെ KSCBയുടെ ഒക്കെ ഉണ്ടല്ലോ, വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ പണം പിരിക്കുന്നത് തൽക്കാലം വേണ്ടെന്ന്, അതുപോലെ തന്നെ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും ഒക്കെ ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ തന്നെ ചെന്ന് പൈസ പിരിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്ന് ഒരു സംവിധാനം ഉണ്ടാക്കണം. ഒപ്പം ഈ പൾസ് ഓക്സിമീറ്റർ കിട്ടാനില്ല, ഉള്ളതിന് 3 ഇരട്ടി വിലയാണ് പലയിടത്തും വാങ്ങിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഈ ഇത്തരം പിരിവുകൾ അവർക്ക് കിട്ടേണ്ട പൈസ തന്നെയാണ്. പക്ഷെ ഇപ്പോ ആളുകളെ ഈ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അതൊന്ന് മാറ്റിവെക്കണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ അഭിപ്രായം. അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഏത് സാധനമായാലും ഇതില് കരിഞ്ചന്ത നടത്താൻ ഈ അവസരം ഉപയോഗിക്കാൻ പാടില്ല. ഓക്സിമീറ്റർ ഈ ഘട്ടത്തിൽ വളരെ ഒഴിച്ചുകൂടാത്തതാണ്. അത് കരിഞ്ചന്തയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആവശ്യമായ നടപടികളിലേക്ക് കടക്കും. അതിന് 2 തരത്തിലും നടപടികളെടുക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ട്, പാൻഡമിക് ആക്ടും ഉണ്ട്. അപ്പൊ ആവശ്യമായ എല്ലാ നടപടികളും അക്കാര്യത്തിൽ സ്വീകരിക്കും. ഈ അതിഥി തൊഴിലാളികളെ വെച്ച് നിർമ്മാണ മേഖല അതുപോലെ സ്തംഭിക്കാതെ മുന്നോട്ട് പോകുമെന്നാണ് CM നേരത്തെ തന്നെ പറഞ്ഞത്. പക്ഷേ ഈ നിർമ്മാണ സാമഗ്രികൾ കിട്ടുന്നതിനുള്ള കടകളൊക്കെ തുറക്കാത്തൊരു സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് ഈ സമയത്ത്. അതിനെന്തെങ്കിലും ബദൽ സംവിധാനം? അതിന് ക്രമീകരണം ഉണ്ടാക്കാൻ ഇന്നലെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത്തരം ഷോപ്പുകൾ തുറന്ന് സാധനങ്ങൾ കൊടുക്കുന്ന നിലയുണ്ടാവും. സിമി, അവസാന വർഷം മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ കോവിഡ് പ്രതിരോധത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. വാർഡ് തല സമിതികൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഈ അവസാന വർഷ വിദ്യാർത്ഥികളെ ആയിരിക്കും ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്, അതോ കേരളത്തിൽ ഉടനീളം അങ്ങനെ നമ്മൾ ആലോചിക്കും? അവസാന വർഷ വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളെയും പറ്റും ഈ വാർഡ് തല പ്രവർത്തനത്തിന്. എന്നാൽ അവസാന വർഷ വിദ്യാർത്ഥിയാകുമ്പോൾ അത് നല്ല രീതിയിൽ അവർക്ക് പരിചയം ലഭിച്ചു കഴിഞ്ഞു. അവരെ മറ്റു തരത്തിൽ CFLTCകളിലടക്കം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത്തരം ആളുകളെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. സിഎം, അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം. ഇപ്പം MBBS പൂർത്തീകരിച്ചവർക്ക് താൽക്കാലിക രജിസ്ട്രേഷൻ
അടിയന്തരമായി നൽകുന്നതാണ്. അത് ഈ വിദേശ പഠനം പൂർത്തീകരിച്ച ഒരുപാട് പേര് രജിസ്ട്രേഷന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. CM തന്നെ നേരത്തെ അത് വളരെ സജീവമായി ആലോചിക്കുന്നുണ്ടെന്നും പറഞ്ഞതാണ്. അത് അവർക്കും കൂടെ ഈ രജിസ്ട്രേഷൻ ഇതിന്റെ കൂടെ നൽകി അവരും കൂടെ ഉപയോഗപ്പെടുത്തുമോ? അതായത് ഈ രജിസ്ട്രേഷന്റെ നടപടിക്രമങ്ങളിൽ താമസമുണ്ടാകുന്നതുകൊണ്ടാണ് ഈ നില എടുക്കുന്നത്. അപ്പോ ഇക്കാര്യത്തിൽ നമുക്ക് അവരുടെ സേവനം ലഭ്യമാകുമെന്നുള്ളത് കൊണ്ട് ഈ ഒരു ദുരന്ത ഘട്ടത്തിൽ അവരുടെ സേവനം അത്യാവശ്യമായതിനാൽ താൽക്കാലിക രജിസ്ട്രേഷന് ഇവരെയും ബാധകമാക്കാം. ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പ്രത്യേകിച്ച് ധാരാളം മുതിർന്ന ഡോക്ടർമാർ റിട്ടയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെ ഒരു തുടർ സേവനമോ അല്ലെങ്കിൽ അവർ തിരിച്ചു വന്നിട്ട് ഈ ഒരു അടിയന്തര ഘട്ടത്തിൽ സർക്കാർ ആശുപത്രികളിൽ സേവനം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ സർക്കാർ എന്തെങ്കിലും ഇടപെടൽ നടത്തുമോ, അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുമോ? അത്തരം ആളുകളുടെ സേവനം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കാം. CM സർക്കാർ ജീവനക്കാര് 25% ജീവനക്കാർ മാത്രമേ പാടുള്ളൂ എന്നൊരു ഉത്തരവ് നിലനിൽക്കുമ്പോഴും ചിലയിടങ്ങളിലൊക്കെ അത് ലംഘിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ 300 ജീവനക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ 100% ജീവനക്കാരും വരണമെന്ന് ഇന്റേണലായ ഒരു സർക്കുലർ 2 ദിവസം മുമ്പ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ജീവനക്കാർക്കിടയിൽ ഇപ്പൊ തന്നെ കോവിഡൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവർ ആകെ ഒരു ആശങ്കയിലാണ് CM. അതെന്താണെന്ന് പരിശോധിക്കാൻ പറയാം. കോടതിയുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. CM ഈ CSI സഭയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ മൂന്നാറിൽ അവർ റിട്രീറ്റ് നടത്തുകയും വാർഷിക റിട്രീറ്റ് നടക്കുകയും ഇത്രയും കോവിഡ് രോഗവ്യാപനത്തിനിടയ്ക്ക് അതിൽ പങ്കെടുത്ത 2 വൈദികർ മരിക്കുകയും ചെയ്തു. ബിഷപ്പിനടക്കം പോസിറ്റീവ് ഇപ്പോൾ ആയിട്ടുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നോ? അക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കുമോ? ഇത് നിർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരമൊരു സംഭവം ഏപ്രിലാണ് അത് നടന്നത്. ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം. നമ്മൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാണ് കാണുക. എന്നാൽ കൂട്ടത്തോടെ ആളുകൾ പങ്കെടുക്കുമ്പോൾ അതിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ മറ്റ് ശാരീരിക അകലം പാലിക്കാതെ മാസ്കും മറ്റും ധരിക്കാതെ ഇരിക്കുമ്പോൾ അത് വ്യാപിക്കുന്നതിനിടയാകും. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു അടുത്തടുത്ത ആളുകൾ നിന്നുകൊണ്ടുള്ള പെരുമാറ്റ രീതികളാകുമ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് എല്ലാ ഘട്ടത്തിലും സർക്കാർ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും ആലോചിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ സർവീസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും കടകൾക്കും ഒക്കെ തുറക്കാൻ അനുമതി നൽകുമോ? ഈ കമ്പ്യൂട്ടർ സർവീസ് സെന്ററുകളൊക്കെ ഇപ്പൊ തൽക്കാലമില്ല. നമ്മുടെ ഒരു കാര്യം, ഈ സ്ഥാപനങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ഈ ഗവൺമെന്റ് പ്രസ് ഇപ്പോൾ ഈ അവശ്യ സർവീസിന്റെ കൂട്ടത്തിലാണ് ഉള്ളത്. പക്ഷെ ഒരുപാട് ജീവനക്കാർ 700-ഓളം ജീവനക്കാരുണ്ട്. അവിടെ കുറെ അധികം പേർക്ക് ഇത് കോവിഡ് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ വാക്സിൻ കിട്ടിയിട്ടുമില്ല. അപ്പൊ അവര് വാക്സിൻ എടുക്കാത്ത ആളുകളാണ്. കോവിഡ് കുറെ പേർക്ക് വന്നു, അവശ്യ സർവീസായിട്ട് വരാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറെ അധികം ഓഫീസുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് ആരോഗ്യവകുപ്പിനെ കൂടാതെ തന്നെ അത്തരം കാര്യങ്ങളോടൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായി. അത് അവശ്യ സർവീസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ആളുകൾക്കെല്ലാം വാക്സിനേഷൻ നൽകുന്നതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം. അത് അതിന് മുൻഗണന കൊടുക്കുന്ന കാര്യവും ആലോചിക്കാം. അപ്പോൾ പിന്നീടാവാം ബാക്കി.